യുക്യാറ്റിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. വിശ്വാസത്തെയും യുക്തിയെയും ദൈവത്തെക്കുറിച്ചുള്ള ബന്ധത്തെക്കുറിച്ചാണ് നമ്മളിവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിന് നമുക്ക് നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകുന്നത് പ്രശസ്ത ദൈവശാസ്ത്ര പണ്ഡിതനും തലശ്ശേരി അതിരൂപതയുടെ അഭിവന്ദ്യ മെത്രാപ്പൊലീത്തായും അതിലെല്ലാം ഉപരി യുവജനങ്ങളുടെ സ്നേഹിതനുമായ അഭിവന്ദ്യ ജോസഫ് പാമ്പ്ളാനി പിതാവാണ്. പിതാവിനെ ഈ പഠന പരമ്പരയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് വെള്ളരിക്കുണ്ട് മേഖലയിലെ യുവജന സുഹൃത്തുക്കളാണ്. നിങ്ങളേവർക്കും ഈ പഠന പരമ്പരയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ആരാണ് ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത്? അനീനയാണ് ചോദ്യം ചോദിക്കുന്നത്. നമുക്ക് അനീനെ ഒന്ന് കേൾക്കാം. പിതാവേ, എൻ്റെ പേര് അനീന. ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യം, എല്ലാ ആളുകളുടെയും വിശ്വാസ സങ്കല്പം മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഓരോരുത്തരും അവരുടെ വിശ്വാസ സങ്കല്പമാണ് ഏറ്റവും മെച്ചമെന്ന് അവകാശപ്പെടുന്നു. അതിനെക്കുറിച്ചുള്ള പിതാവിൻ്റെ അഭിപ്രായം എന്താണ്? അനീന എന്നാ ചെയ്യുന്നത്? ഇപ്പോൾ BEd കഴിഞ്ഞു, UPSCക്ക് വേണ്ടി പ്രിപ്പയർ ആവുക. UPSCക്ക് പ്രിപ്പയർ ചെയ്യാണ്. വെരി ഗുഡ്. ഏത് വിഷയത്തിലാണ് ഡിഗ്രി? സോഷ്യൽ സയൻസ്. എക്കണോമിക്സിൽ ഡിഗ്രി. എക്കണോമിക്സ് കാര്യമാണ് അല്ലേ? ഓക്കെ അനീന, അതായത് ഓരോരുത്തരുടെയും ദൈവസങ്കല്പങ്ങൾ വ്യത്യസ്തമാണ്. അതാണ് അനീന ഉദ്ദേശിക്കുന്നത് അല്ലേ? വിവിധ മതക്കാരുടെ സങ്കല്പങ്ങൾ വ്യത്യാസമാണ്. ഓരോ മതത്തിൽ തന്നെയുള്ള ആളുകളുടെ കാഴ്ചപ്പാടുകളിൽ വ്യത്യാസമുണ്ട്. ഇതിലേതാണ് ശരി? എല്ലാവരും പറയുന്ന അവരുടേതാണ് ഏറ്റവും ശരിയായിട്ടുള്ളത് എന്നാണ്. അനീന അങ്ങനെ പറയാറുണ്ടോ? അനീനയുടെ വിശ്വാസമാണ് ഏറ്റവും ശരിയായ വിശ്വാസം എന്ന് അനീന പറയാറുണ്ടോ? ശരിയായത് എന്നല്ല, എനിക്ക് ഏറ്റവും വിശ്വാസമുള്ളത് ഞാൻ വിശ്വസിക്കുന്ന ഇതിലാണെന്ന് പറയാറുണ്ട്. വെരി ഗുഡ്. നമ്മൾ ഒരു ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു മതത്തിൽ വിശ്വസിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ജീവിത രീതി അനുധാവനം ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും എടുക്കുന്ന നിലപാടെന്താണ്? ഇത് എനിക്ക് ഏറ്റവും യുക്തിസഹമായും അതുപോലെ ഗുണകരമായും എനിക്ക് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ BEd പഠിച്ച് ഒരു ടീച്ചറാകുന്നതാണ് എനിക്ക് ഏറ്റവും നല്ലത് എന്ന് അനീനയ്ക്കൊരു ബോധ്യമുണ്ട് അല്ലേ? അതുകൊണ്ട് അനീന ആ പ്രൊഫഷൻ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നു. എന്നതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ചില ബോധ്യങ്ങൾ, ഉൾക്കാഴ്ചകൾ, അതാണ് വാസ്തവത്തിൽ നമ്മുടെ വിശ്വാസമായി രൂപപ്പെടുന്നത് എന്നുള്ളത് സത്യം. പക്ഷെ ഇവിടെ വേറൊരു മാനം കൂടി വിശ്വാസത്തിനുണ്ട്. വിശ്വാസം എന്നത് ദൈവത്തിൻ്റെ ദാനമാണ്. അതൊരു വശം. വിശ്വാസം എന്നത് ദൈവത്തോടുള്ള മനുഷ്യൻ്റെ പ്രത്യുത്തരം കൂടിയാണ്. അഥവാ ദൈവത്തെ അന്വേഷിക്കുന്ന മനുഷ്യനും മനുഷ്യനെ തേടി വരുന്ന ദൈവവും തമ്മിൽ കണ്ടുമുട്ടുന്ന വേദിയാണ് വിശ്വാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് മറ്റേതെങ്കിലും ഒരു വിശ്വാസത്തെ വിധിക്കാനോ വിലയിരുത്താനോ ഞാൻ ആളല്ല. അതിന് ഞാൻ മുതിരുന്നുമില്ല. അനീന പറഞ്ഞതുപോലെ ശരിയാണ്. നമ്മൾ ആരാണ് മറ്റ് മതസ്ഥരുടെ വിശ്വാസത്തെ വിലയിരുത്താനോ വില കുറച്ച് കാണിക്കാനോ വില കൂട്ടി കാണിക്കാനോ നമുക്കറിയില്ല. അതേസമയം നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തെക്കുറിച്ച് നമുക്കറിയാം. എന്താണ് ഈ ക്രിസ്തീയ വിശ്വാസം? ദൈവത്തെ അന്വേഷിക്കുന്ന മനുഷ്യൻ്റെ മനസ്സും മനുഷ്യനെ തേടി വരുന്ന ദൈവവും തമ്മിൽ കണ്ടുമുട്ടുന്നതാണ് ക്രിസ്തീയതയിൽ വിശ്വാസം എന്ന് പറയുന്നത്. ഞാൻ കണ്ടുമുട്ടിയത് സത്യദൈവത്തെ തന്നെയാണ് എന്ന ഉത്തമ ബോധ്യം എനിക്കുള്ളപ്പോൾ ഞാൻ ആ സത്യത്തിൻ്റെ പിന്നാലെ എൻ്റെ ജീവിതം സമർപ്പിക്കും. അതാണ് എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് എൻ്റെ വിശ്വാസം ഏറ്റവും സത്യമാണ് എന്ന ഉത്തമ ബോധ്യത്തിൽ ഞാൻ ജീവിക്കുന്നത് ഒരിക്കലും മറ്റൊരു മതത്തെ വിമർശിക്കുന്നതോ വില കുറച്ച് കാണിക്കുന്നതോ അല്ല. അത് സത്യവിശ്വാസി ഒരിക്കലും വർഗീയവാദിയല്ല. അത് നമ്മൾ തിരിച്ചറിയേണ്ട സത്യമാണ്. പലപ്പോഴും നമുക്ക് പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വിശ്വാസത്തെയും വർഗീയതയെയും തമ്മിൽ വേർതിരിച്ചറിയാൻ പറ്റുന്നില്ല. ഒരു സത്യവിശ്വാസിക്ക് ഒരിക്കലും വർഗീയവാദിയാകാൻ പറ്റില്ല. ഉദാഹരണമായിട്ട് അനീന, നമ്മൾ എന്താണ് വിശ്വസിക്കുന്നത്? എല്ലാ മനുഷ്യരുടെയും സൃഷ്ടാവ് ഒരേ ഒരു ദൈവമാണ് അല്ലേ? ആ ദൈവം എല്ലാവരുടെയും പിതാവാണ്
എന്ന് അനീന വിശ്വസിക്കുന്നു. എല്ലാവരുടെയും പിതാവ് ദൈവമാണ് എങ്കിൽ അനീന, അതിൻ്റെ അടുത്ത അർത്ഥം എന്താണ്? നമ്മളെല്ലാ മനുഷ്യരും സഹോദരങ്ങളാണ്. ശരിയല്ലേ? യെസ്, എല്ലാ മനുഷ്യരും സഹോദരങ്ങളാണ്. ഈ ക്രിസ്ത്യാനികളെല്ലാം സഹോദരങ്ങളാണെന്നല്ല നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മൾ ഏക ദൈവത്തിൽ വിശ്വസിക്കുന്നുവെന്നും സകല മനുഷ്യരുടെയും സൃഷ്ടാവും പരിപാലകനും ആ ഏക ദൈവമാണ് എന്നും നമ്മൾ വിശ്വസിക്കുമ്പോൾ അതോടൊപ്പം നമ്മൾ വിശ്വസിക്കുന്ന സത്യമാണ് ഈ ദൈവം തന്നെയാണ് എല്ലാവരുടെയും പിതാവ്. അതുകൊണ്ട് ഈ നാട്ടിലെ ഹൈന്ദവ സഹോദരങ്ങളും മുസ്ലിങ്ങളും മതമില്ലാത്തവരും നിരീശ്വരവാദികളും എല്ലാം എൻ്റെ പിതാവായ ദൈവത്തിൻ്റെ മക്കൾ തന്നെയാണ്. അതുകൊണ്ട് സത്യവിശ്വാസം ഒരാളെ കൂടുതൽ ആഴമുള്ള സാഹോദര്യത്തിലേക്ക് നയിക്കുന്നു. അഥവാ ആഴമുള്ള സാഹോദര്യത്തിലേക്ക് നയിക്കുന്ന വിശ്വാസം മാത്രമാണ് സത്യവിശ്വാസം. അല്ലാത്തതൊക്കെ വെറും വർഗീയവാദികൾ ഒരു ദൈവത്തിലും വിശ്വസിക്കുന്നില്ല. അവൻ വിശ്വസിക്കുന്നത് അവൻ കണ്ടുപിടിച്ചൊരു ദൈവത്തിലാണ്. അവൻ സത്യദൈവത്തെ വിശ്വസിക്കുന്നവനല്ല. ഒരു ക്രിസ്ത്യാനി വർഗീയവാദിയായാൽ പോലും അവൻ വിശ്വസിക്കുന്നത് ആരിലാണ്? അവൻ കണ്ടുപിടിച്ച ദൈവത്തിലാണ്. അതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത്, വർഗീയവാദികൾ വിശ്വസിക്കുന്നത് സ്വയം സൃഷ്ടിച്ച ദൈവങ്ങളിലാണ്. അവർക്ക് സത്യവിശ്വാസവുമായി ബന്ധമില്ല. മറ്റൊരു മതത്തിലെ വിശ്വാസിയെ കൊന്ന് അവൻ്റെ കഴുത്തറക്കണമെന്നും അവരെ ഇല്ലായ്മ ചെയ്യണമെന്നും വിചാരിച്ചുകൊണ്ട് ആരെങ്കിലും പ്രവർത്തിക്കുന്നുവെങ്കിൽ ആ മനുഷ്യൻ്റെ വിശ്വാസം സത്യവിശ്വാസമല്ല, തികച്ചും സ്വാർത്ഥതയിലും അഹന്തയിലും അടിയുറച്ച ഏതോ ചില ബോധ്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ. അതൊരിക്കലും സത്യവിശ്വാസമല്ല. അതിനെ മതവിശ്വാസം എന്ന് വിളിക്കാനും പറ്റില്ല. എല്ലാ മതവിശ്വാസികൾക്കും അപമാനമാണ് ഈ വർഗീയവാദികൾ എന്ന് പറയുന്നത്. പലപ്പോഴും ഈ കാലഘട്ടത്തിൽ യുവജനങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, അനീന ചോദിച്ചതുപോലെ, എന്തിനാ ദൈവത്തിൽ വിശ്വസിക്കുന്നത്, മതത്തിലൊക്കെ വിശ്വസിക്കുന്നത്? അങ്ങനെ വിശ്വസിച്ചല്ലേ ഈ വഴക്ക് മുഴുവൻ ഉണ്ടാകുന്നത്, വർഗീയ കലാപങ്ങൾ, ഭിന്നതകൾ ഉണ്ടാകുന്നത്? ഇതൊന്നിലും വിശ്വസിക്കാതിരിക്കുകയാണെങ്കിൽ മനസമാധാനത്തോടെ ജീവിക്കാമല്ലോ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ശരിക്കും നമുക്ക് അന്വേഷിച്ചാൽ മനസ്സിലാകും, ഈ വർഗീയവാദവും മതവിശ്വാസവും പരസ്പര വിരുദ്ധമായ സത്യങ്ങളാണ്. ദൈവപിതാവും മനുഷ്യരുടെ സാഹോദര്യവും അംഗീകരിക്കുന്നതാണ് സത്യവിശ്വാസമെങ്കിൽ അവിടെ ഏതെങ്കിലും മതത്തെ ആക്ഷേപിക്കുന്നതിൽ അർത്ഥമുണ്ടോ? ഇല്ല, അല്ലേ? അതുകൊണ്ട് പലപ്പോഴും നമ്മുടെ അറിവില്ലായ്മയാണ് ഈ വർഗീയവാദികളെ കാണുമ്പോൾ മതവിശ്വാസം തന്നെ അർത്ഥശൂന്യമാണ് എന്ന് ചിന്തിക്കാൻ പല യുവജനങ്ങളെയും പ്രേരിപ്പിക്കുന്നത് എന്ന സത്യം നിങ്ങൾ അറിഞ്ഞിരിക്കുന്നു. ഇപ്പം നമ്മൾ നമ്മുടെ സമകാലിക കാലത്ത് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഇത്. വളരെയധികം നന്ദി. യെസ്, താങ്ക് യു അനീന. നിങ്ങൾ ഈ കാര്യങ്ങൾ നിങ്ങളുടെ യുവജന സുഹൃത്തുക്കളുമായി സംവദിക്കണം. പലപ്പോഴും പല യുവജനങ്ങളും എന്നോടും പങ്കുവച്ചിട്ടുള്ളൊരു കാര്യമാണ്, എല്ലാവരും വർഗീയവാദയിലേക്ക് പോകുന്നു, അതുകൊണ്ട് ഞാൻ വിശ്വാസം തന്നെ ഉപേക്ഷിക്കാമെന്ന് വിചാരിക്കും. അത് തെറ്റായ കാഴ്ചപ്പാടാണ്. ഒരു വിശ്വാസിക്കും അവൻ യഥാർത്ഥ ദൈവത്തിലാണ് വിശ്വസിക്കുന്നത് എങ്കിൽ ഒരിക്കലും മറ്റ് മനുഷ്യരെ ശത്രുക്കളായോ ഇല്ലായ്മ ചെയ്യപ്പെടേണ്ടവരായോ അപമാനിക്കേണ്ടവരായോ കരുതാനാവില്ല. കാരണം ആ ദൈവത്തിൻ്റെ മക്കൾ തന്നെയാണ് എല്ലാവരും എന്ന ബോധ്യം കിട്ടും. തീർച്ചയായിട്ടും നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം. പിതാവേ, എൻ്റെ പേര് സാന്ദ്ര. ഞാൻ പിതാവിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ദൈവിക വെളിപാടുകളെ കുറിച്ചാണ്. അവയുടെ ഉള്ളടക്കം എന്താണ്? അവയെ നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുക? സാന്ദ്ര എന്നാ പഠിക്കുന്നേ? ഞാൻ ഡിഗ്രി കഴിഞ്ഞു, ഇപ്പം ബാങ്ക് കോച്ചിങ് ചെയ്യുകയാണ്. ബാങ്ക് കോച്ചിങ് ആണ്? ബികോം ആണ് കഴിഞ്ഞത്? അല്ല, മാത്സ് ആയിരുന്നു. മാത്സ് ആയിരുന്നു അല്ലേ? അപ്പോൾ കണക്ക് കൂട്ടാനൊക്കെ നന്നായിട്ട് അറിയാം, അതുകൊണ്ട് ബാങ്കിങ്ങിൽ പോകുന്നത് നല്ലതാണ്. ഓക്കെ, സാന്ദ്ര ചോദിച്ചതുപോലെ ഈ വെളിപാട് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ മുൻ എപ്പിസോഡുകളിൽ എപ്പോഴോ പറഞ്ഞിരുന്നു. അതായത് യുക്തി എന്നത് അറിയാനുള്ള ഒരു വഴിയാണ്. അതുപോലെ തന്നെ അറിവിൻ്റെ മറ്റൊരു ശക്തമായ വഴിയാണ് വെളിപാട് എന്ന്. ചില കാര്യങ്ങളെക്കുറിച്ച് മനുഷ്യ യുക്തിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പരിശുദ്ധ ത്രിത്വത്തിൽ എങ്ങനെ മൂന്നാളുകൾ ഒന്നായിരിക്കുന്ന ത്രിത്വത്തിൽ എങ്ങനെ മൂന്നാളുകളുണ്ടാവും? ത്രിയേക ദൈവം. ഇതൊക്കെ പറയുന്നത്
നമ്മുടെ യുക്തിക്ക് അതീതമായ ചില സത്യങ്ങളാണ്. ദൈവമായിരിക്കുന്ന ഈശോ ഒരേ സമയം മനുഷ്യനുമാണ്. അമർത്യനായ ദൈവപുത്രൻ കുരിശേൽ മരിച്ചു എന്നൊക്കെ പറയുന്നത് നമ്മുടെ യുക്തി കൊണ്ട് പലപ്പോഴും എത്തിപ്പിടിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ. സത്യത്തിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അറിവ് ലഭിക്കുന്നത് എവിടെ നിന്ന് എന്ന് ചോദിച്ചാൽ ദൈവീക വെളിപാടുകളിലൂടെ. ദൈവം തന്നെ വെളിപ്പെടുത്തിയാൽ മാത്രമേ കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. യുക്തി കൊണ്ട് ചെന്നെത്താവുന്ന ഒരു ദൂരമുണ്ട്. ആ ദൂരത്തിനപ്പുറത്തേക്ക് കിടക്കണമെങ്കിൽ യുക്തി കൊണ്ട് ചെന്നെത്താവുന്ന, ഇപ്പം മനുഷ്യൻ മരിച്ചു, മരിക്കുന്നത് വരെയും യുക്തി കൊണ്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം, അല്ലേ? മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ട് എന്നും അത് നിത്യതയോളമുള്ള ജീവിതമാണ് എന്നും അത് ദൈവത്തെ കണ്ടുമുട്ടാനുള്ള വിളിയാണ് എന്നും ഒക്കെ അറിയണമെങ്കിൽ യുക്തിക്കപ്പുറത്തെ വെളിപാടുകളെ നിങ്ങൾ ആധാരമാക്കേണ്ടി വരും, അല്ലേ? അപ്പോൾ വെളിപാട് എന്ന് പറയുന്നത് അറിവിൻ്റെ മറ്റൊരു വാതായനമാണ്. അരിസ്റ്റോട്ടിലിൻ്റെ കാറ്റഗറി ഓഫ് നോളജ് 12 കാറ്റഗറികളെ കുറിച്ച് അരിസ്റ്റോട്ടിൽ പറയുന്നു. ആ കാറ്റഗറി എന്ന് പറയുന്നത് ഇപ്പോൾ സമയം, സ്ഥലം, നീളം, വീതി, ഉയരം, ഇതൊക്കെയും നമ്മൾ അറിവിൻ്റെ വിവിധ കാറ്റഗറികളായിട്ട് അരിസ്റ്റോട്ടിൽ പറയുന്നു. പക്ഷെ അതെല്ലാം ഈ ഭൗതികമായ അറിവുകളെക്കുറിച്ച് ഉള്ള കാറ്റഗറി മാത്രമാണ്. എന്നാൽ അതിഭൗതികമായ സത്യങ്ങളുണ്ട്, യാഥാർത്ഥ്യങ്ങളുണ്ട്. അതിനെ മനസ്സിലാക്കാൻ നമുക്ക് വെളിപാടുകൾ ആവശ്യമുണ്ട്. ഭൗതികതയെ യുക്തി കൊണ്ട് ഗ്രഹിക്കാൻ പറ്റുമ്പോൾ അതിഭൗതികതയെ വെളിപാടുകൾ കൊണ്ട് നമ്മൾ ഗ്രഹിക്കുന്നു. ദൈവം വെളിപ്പെടുത്തി ഈശോമിശിഹ സത്യദൈവത്തിൻ്റെ ഏകപുത്രനാണ് എന്ന്. നമ്മളാരും സ്വർഗത്തിൽ കയറി നോക്കിയില്ല, ദൈവത്തിന് വേറെ മക്കളുണ്ടോ എന്ന് വെരിഫൈ ചെയ്തിട്ടില്ല. മറിച്ച് ദൈവീക വെളിപാടിനെ നമ്മൾ ജീവിതത്തിൻ്റെ പ്രമാണമായി സ്വീകരിച്ചു. ആ സ്വീകരണമാണ് വിശ്വാസം വഴിയുള്ള പ്രത്യുത്തരം എന്ന് പറയുന്നത്. ശരിക്കും വെളിപാട് എന്ന് പറയുന്നത് അറിവിൻ്റെ ഒരു വാതായനമാണ്. ആ നിത്യസത്യങ്ങളെ അറിയാനുള്ള ഒരു കാറ്റഗറി തന്നെയാണ് എന്ത് ഈ വെളിപാട് എന്ന് പറയും. ആ വെളിപാട് നമ്മൾക്ക് തന്നെ ജീവിതത്തിൽ ഈ ഇത്തരത്തിലുള്ള വെളിപാടുകൾ കിട്ടിയിട്ടുണ്ട്. വെളിപാടെന്ന് പറഞ്ഞാൽ ആകാശത്തു നിന്ന് എന്തോ ഒരു വലിയ ഒച്ച കേട്ടെന്നോ അല്ലെങ്കിൽ നൂലെ കെട്ടി എന്തെങ്കിലും നമ്മുടെ മുമ്പിലേക്ക് ഇറക്കി കിട്ടി, അതൊന്നും അല്ല വെളിപാടെന്ന് പറയും. നമ്മൾ തന്നെ ചില കാര്യങ്ങളെ ഇങ്ങനെ ചിന്തിച്ച് മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ ചിന്തയ്ക്ക് അതീതമായ എന്തോ ഒരു പ്രകാശം ചിലപ്പോൾ നമുക്ക് കിട്ടും, അല്ലേ? ചില കഠിനമായ തീരുമാനങ്ങൾ എടുക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് നമ്മുടെ യുക്തി കൊണ്ട് നമ്മൾ ചിന്തിച്ചെത്തിയതല്ല. നോ, അത് വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് ചിലപ്പോൾ നമ്മൾ എത്തുന്നത് നമുക്ക് അത്രമേൽ ബോധ്യം പകരുന്ന ചില ഉൾക്കാഴ്ചകൾ നമുക്ക് കിട്ടാറുണ്ട്, ഇല്ലേ സാന്ദ്ര? വല്ലതും കിട്ടിയിട്ടുണ്ടോ സാന്ദ്രയ്ക്ക്? ഉണ്ടെങ്കിലും പറയണ്ട, കാരണം അത് പേഴ്സണലായ വല്ല കാര്യമായിരിക്കും. നിങ്ങൾ എന്ന വ്യക്തിക്ക് നിങ്ങളുടെ ചിന്ത ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങളിൽ നിന്ന് മാറി നിന്ന് വിലയിരുത്താൻ പറ്റുന്നു, അല്ലേ? ഞാൻ ഈ ചെയ്യുന്നത് ശരിയാണോ? ഞാൻ ഇങ്ങനെ പോയെന്നത് ശരിയാണോ? എൻ്റെ ഈ ഉഴപ്പ് ശരിയാണോ? ഞാൻ എൻ്റെ മാതാപിതാക്കളോട് നീതി പുലർത്തുന്നുണ്ടോ? അതായത് നമ്മളിൽ നിന്ന് തന്നെ മാറി നിന്ന് ചിന്തിക്കാൻ നമുക്ക് പറ്റുന്നു. അഗസ്തീനോസ് പുണ്യാളൻ അല്പം കൂടി വിശാലമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞു. ഒരു പാപം ചെയ്യരുത് എന്ന് നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചു വെച്ചു. നമ്മുടെ ശരീരവും മനസ്സും മുഴുവനും പാപത്തിനെതിരായി പോരാടാൻ തയ്യാറാണ്. പക്ഷേ എന്നാലും ചില പാപത്തിൻ്റെ താല്പര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ശക്തിപ്പെടും. എത്ര പോരാടിയാലും ചിലപ്പോൾ നമ്മൾ ആ പാപത്തിൽ വീണുപോകും, ഇല്ലേ? നിങ്ങൾ തലയാട്ടിയാൽ നിങ്ങളെന്തോ വീണുപോയെന്ന് തെറ്റിദ്ധരിക്കും ആളുകൾ. അതുകൊണ്ട് അനങ്ങാതിരുന്നാൽ മതി. പക്ഷേ ആ കാര്യം ശരിയാണ്, ഇല്ലേ? നമ്മുടെ ജീവിതാനുഭവമാണ് ഈ പറയുന്ന സത്യം. അഗസ്തീനോസ് പുണ്യാളൻ പറയുകയാണ്, എൻ്റെ ശരീരം പാപത്തിനെതിരായി പോരാടാൻ ശ്രമിക്കുകയാണ്. അതേസമയം എൻ്റെ ശരീരത്തിൽ അതല്ല ശരി എന്ന് പറയുന്ന എന്തോ ഒരു ശബ്ദമുണ്ട് നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ.
ആ തെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും മുഴുവൻ ദാഹിച്ച് ആ തെറ്റിലേക്ക് പോവുക. പക്ഷെ ആ തെറ്റിലേക്ക് പോകുമ്പോഴും നാം ഒരു സ്വരം കേൾക്കുന്നുണ്ട്, നോ, ഇത് നിനക്ക് പറ്റിയ വഴിയല്ല, ഈ വഴിക്ക് പോയാൽ നീ നശിച്ചു പോകും, ഇതിലേ പോകരുത്, ഈ കൂട്ടുകെട്ട് നിനക്ക് നല്ലതല്ല, ഇങ്ങനെ മയക്കുമരുന്ന് ഉപയോഗിക്കാൻ പോകുന്നത് ശരിയല്ല, അത് നിൻ്റെ ജീവിതം എന്നേക്കുമായി തകർത്ത് കളയും എന്നൊക്കെ ആരോ നമ്മുടെ അന്തരാത്മാവിൽ പറയുന്നുണ്ട്. അങ്ങനത്തെ സ്വരം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനത്തെ ആ ഒരു സ്വരം അഗസ്തീനോസ് പുണ്യാളൻ പറയും, അത് നമ്മിലെ ദൈവാത്മാവിൻ്റെ സ്വരമാണ്. നമ്മളിനി തെറ്റ് ചെയ്ത് കഴിഞ്ഞാലോ, തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ കേൾക്കുന്ന സ്വരം എന്താ? നീ ചെയ്ത് തെറ്റാണ്, ഇനി ഇത് ആവർത്തിക്കരുത്, ഇത് തിരുത്തണം, ഈ വഴിയിൽ നിന്ന് മാറി നടക്കണം. നമ്മൾക്ക് ആ തെറ്റ് ചെയ്യുന്നത് ഭയങ്കര സന്തോഷമായിരുന്നു, നമ്മൾ അതിനു വേണ്ടി പോയി ചെയ്തതാണ്. ചെയ്ത് കഴിഞ്ഞപ്പോഴും നമ്മളിൽ നിന്ന് വ്യത്യസ്തമായൊരു സ്വരം നമ്മൾ കേൾക്കുന്നില്ലേ? കേൾക്കാറില്ല നിങ്ങൾ ഒരു ചിലതിൽ കേൾക്കുകയില്ല, അത് ഈ തെറ്റിലിങ്ങനെ തഴകിക്കഴിഞ്ഞാൽ പിന്നെ കേൾക്കുകയില്ല അല്ലേ? ആ തെറ്റാണ് എന്ന് നമ്മളോട് പറയുന്ന ആ സ്വരം നിങ്ങൾ കേൾക്കുന്നെങ്കിൽ അതൊരിക്കലും നിങ്ങളുടെ സ്വരമല്ല, അത് നമുക്കുപരിയായ ഒരു സ്വരമാണ്. ആ സ്വരം വെളിപാടാണ് സത്യത്തിൽ, അല്ലേ? ഈ വെളിപാട് എന്ന് പറയുമ്പോൾ തികച്ചും അപ്രസക്തമായതോ തികച്ചും അപരിചിതമായോ ഏതൊരു മേഖലയായിട്ട് നമ്മൾ കരുതണ്ട. നമ്മുടെ ഉള്ളിൽ തന്നെ ഈ വെളിപാടുകൾ നമുക്ക് പലപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നു, ഇല്ലേ? യെസ്, ഈ വെളിപാടുകൾ നിങ്ങളെ പലപ്പോഴും മുമ്പോട്ട് നയിക്കുന്നുണ്ട്. ഒരു ചെറുപ്പക്കാരൻ സാന്ദ്രയോട് വന്ന്, സാന്ദ്രയെ നീ വളരെ മിടുക്കിയാണ്, നിന്നെ എനിക്കിഷ്ടമാണ് എന്ന് പറഞ്ഞാൽ അത് കൊള്ളാം, ഇതുവരെ ആരും പറഞ്ഞില്ലല്ലോ, ഞാനിങ്ങനെ ഒരാളെ നോക്കിയിരിക്കുമായിരുന്നടാ എന്ന് പറയും. സാന്ദ്ര അപ്പോൾ അവിടെ പോകുമോ? ഇല്ല. സാന്ദ്രയോടെ മനസ്സ് പറയും, നോ, ഇതിനകത്ത് എന്താ ചതിയുണ്ടോ, അന്വേഷിക്കണം, അല്ലേ? സാന്ദ്രയുടെ ഉള്ളിൽ ആ ഒരു വെളിപാട് കിട്ടുന്നുണ്ട്. സാന്ദ്രയ്ക്ക് വെളിപാടുകൾ ആണ് സത്യത്തിൽ നമ്മളെ മുമ്പോട്ട് നയിക്കുന്നത്, വെറും യുക്തി മാത്രമല്ല. വെളിപാടുകൾ നമ്മളെ മുമ്പോട്ട് നയിക്കുന്നുണ്ട്. ആ വെളിപാടിനെ മനസാക്ഷിയുടെ സ്വരമെന്നോ അതീന്ദ്രിയ ശബ്ദമെന്നോ എന്ത് വിളിച്ചാലും അതിന് അങ്ങനെ ഒരു മാനമുണ്ട് എന്നുള്ളത് നിങ്ങൾ ജീവിതത്തിൽ തിരിച്ചറിയുന്ന സത്യമാണ്. ദൈവം എന്താണോ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് അതനുസരിച്ച് ഉള്ളടക്കം മാറും. ഇപ്പോൾ ഈശോ മിശിഹ സത്യദൈവപുത്രനാണ്, അതിൻ്റെ ഉള്ളടക്കം അതാണ്. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്, പരിശുദ്ധ ത്രിത്വത്തിൽ മൂന്നാളുകളുണ്ട്, മൂന്നാളുകൾ സത്തയിൽ ഒന്നാണ് എന്ന് പറയുന്ന ഒരു വെളിപാടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വെളിപാടുകളുടെ ഉള്ളടക്കം എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ മുഴുവനും ഉള്ളടക്കം ഈ വെളിപാടിൻ്റെ ഉള്ളടക്കം തന്നെയാണ്. പിതാവേ, ഈ ചോദ്യത്തോട് ചേർത്ത് അരിഷോണിനൊരു ചോദ്യമുണ്ട്. അരിഷോണിൻ്റെ ചോദ്യത്തെ കൂടി ഒന്ന് കേൾക്കാം. പിതാവേ, എൻ്റെ പേര് അലിഷോൺ. ഞാൻ ഈ ചോദ്യത്തോട് ചേർത്ത് ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമുക്ക് ഒരുപാട് വെളിപാടുകൾ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? അതെങ്ങനെ വ്യത്യസ്തമായിരിക്കുന്നു? ഒപ്പം ഈ ഒരു കാലഘട്ടത്തിൽ പല വ്യക്തികളും തനിക്ക് വെളിപാട് ലഭിച്ചു എന്ന് പറഞ്ഞ് വരുന്നുണ്ട്, സോഷ്യൽ മീഡിയാസിലൂടെ ആണെങ്കിലും മറ്റ് കാര്യങ്ങളിലൂടെ ആണെങ്കിലും. അപ്പോൾ അതിലെ യാഥാർത്ഥ്യം എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഓക്കെ, അലിഷോൺ അല്ലേ? അലിഷോൺ എന്നാ ചെയ്യുന്നേ? ഞാനിപ്പോൾ ഒരു ജോലി ലഭിച്ചിട്ടുണ്ട്, പുറത്തോട്ട് പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. എവിടെയാണ് പോകുന്നത്? ദുബായിലോട്ടാണ്. ദുബായിക്ക്? എന്ത് ജോലിക്കാണ് പോകുന്നത്? അവിടെ ഒരു ഷിപ്പിൽ കമ്പനിയിലേക്കാണ്, ഷിപ്പിംഗ് കമ്പനിയിൽ അല്ലേ? അതായത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പല വെളിപാടുകളും ഉണ്ട്. ഇത് തമ്മിലുള്ള ബന്ധം എന്താണ് എന്നാണ് ആദ്യത്തെ ചോദ്യം, അല്ലേ? പഴയ നിയമത്തിലെ ദൈവിക വെളിപാടിന് മാറ്റമില്ല. ദൈവം തന്നെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം ആദ്യമായി നമുക്ക് വെളിപ്പെടുത്തി തന്നത് സൃഷ്ടിയിലൂടെ. ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു, ഈ കാണുന്ന സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ചപ്പോൾ ആ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ വെളിപ്പെടുത്തലാണ്. എന്താ ദൈവം വെളിപ്പെടുത്തിയത്? നമ്മളെ ദൈവം സ്നേഹിക്കുന്നു എന്നാണ്. അതുകൊണ്ടാണ് ദൈവം ഈ ഇത്രയും മനോഹരമായ പ്രപഞ്ചം നമുക്ക് വേണ്ടി സൃഷ്ടിച്ചു. അതിൻ്റെ കിരീടമായിട്ട് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു. എന്നിട്ട് നമ്മളെ ഓരോരുത്തരെയും ഇത്രയും മിടുക്കന്മാരും മിടുക്കികളുമായി സൃഷ്ടിച്ചു, അല്ലേ? അത് ഈ സൃഷ്ടി തന്നെ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ വെളിപ്പെടുത്തലാണ്. സൃഷ്ടപ്രപഞ്ചം ദൈവസ്നേഹത്തിൻ്റെ ശക്തമായ വെളിപ്പെടുത്തലാണ്. അവിടെ നിന്ന് ആരംഭിക്കുന്ന ദൈവീക വെളിപാട്
അബ്രാഹത്തെ തിരഞ്ഞെടുക്കുന്നു. ഈ പാപം ചെയ്ത് മനുഷ്യൻ ദൈവത്തെ തള്ളിപ്പറഞ്ഞപ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്ന കുറച്ച് പേരെയെങ്കിലും കണ്ടെത്തണമെന്ന ദൈവത്തിൻ്റെ ആഗ്രഹം അബ്രാഹത്തെ തിരഞ്ഞെടുത്ത് ഒരു ജനതയെ ഒരുക്കി അവർ വഴി ഭൂമുഖത്തെ മുഴുവനും രക്ഷിക്കാൻ ദൈവം ഒരുക്കുന്ന രക്ഷാപദ്ധതി, അത് ദൈവത്തിൻ്റെ രണ്ടാമത്തെ വെളിപ്പെടുത്തലാണ്. ദൈവത്തിൻ്റെ രക്ഷാപദ്ധതി എന്ന് പറയും. ഈ രക്ഷാപദ്ധതി ദൈവം പ്രവാചകന്മാരിലൂടെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. അതാണ് വാസ്തവത്തിൽ പഴയ നിയമത്തിൻ്റെ കഥ എന്ന് പറയും. പക്ഷേ ഈ പഴയ നിയമത്തിലെ പ്രവാചകന്മാരിലൂടെ ഒന്നും പറഞ്ഞിട്ടൊന്നും ശരിയാകുന്നില്ല എന്ന് ദൈവത്തിന് മനസ്സിലായി. മനുഷ്യൻ നന്നാകുകയില്ല. കാരണം അവനോട് എത്ര പറഞ്ഞാലും അവൻ കേൾക്കുക. ഏത് പ്രവാചകനെ വിട്ട് എന്നതെല്ലാം അത്ഭുതം കാണിച്ചാലും അവൻ നന്നാകുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ദൈവം വെളിപാടിൻ്റെ പൂർണ്ണതയായിട്ട് ഈശോ മിശിഹായെ തന്നു. അതുകൊണ്ട് ദൈവം തന്നെ വന്ന് പറഞ്ഞു താനിതാണ്. അതാണ് ഈശോയുടെ വെളിപാടിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് സഭ പറയുന്നത് ഈശോ മിശിഹായിലൂടെ കിട്ടിയ വെളിപാടിൻ്റെ പൂർണ്ണതയാണ്. ഇനി പുതിയ വെളിപ്പെടുത്തലുകൾ ഒന്നും കിട്ടാനില്ല. അതേസമയം ഈ വെളിപാട് സൃഷ്ടി മുതൽ ഈശോ മിശിഹായുടെ ആഗമനം വരെയുള്ള വെളിപാട് ഒരു ക്രമാനുഗതമായ വളർച്ചയാണ്. അതിൻ്റെ പൂർണ്ണത ഈശോയിൽ കിട്ടിയ വെളിപാട്. ഇനി അലിഷോൺ ചോദിച്ച രണ്ടാമത്തെ ചോദ്യം, ഇപ്പോഴും ചിലർക്കൊക്കെ വെളിപാടുകൾ കിട്ടുന്നുണ്ടല്ലോ അല്ലേ? ചിലർക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ടു, ഈശോ പ്രത്യക്ഷപ്പെട്ടു, ഇങ്ങനെയുള്ള വെളിപാടുകൾ കിട്ടുന്നുണ്ട്. ഈ രണ്ട് വെളിപാടുകളെയും വേർതിരിച്ച് മനസ്സിലാകും. ഒന്ന്, സൃഷ്ടി മുതൽ ഈശോ മിശിഹാ വരെയും പൂർണ്ണതയിലെത്തിയ ആ വെളിപാടിൻ്റെ പേര് ജനറൽ റെവലേഷൻ അഥവാ പൊതു വെളിപാട് എന്ന്. അതേസമയം ഇന്ന് ഒറ്റപ്പെട്ട സ്വകാര്യ വ്യക്തികൾക്ക് കിട്ടുന്ന വെളിപാടിനെ പറയുന്നത് സ്വകാര്യ വെളിപാട് അഥവാ പ്രൈവറ്റ് റെവലേഷൻ എന്നാണ്. ഈ പ്രൈവറ്റ് റെവലേഷൻസ് ചിലപ്പോൾ ദൈവിക വെളിപാട് തന്നെയാകാം. ഇപ്പം നമുക്കറിയാവുന്നതുപോലെ പല വിശുദ്ധാത്മാക്കൾക്കും ഇങ്ങനെ ദൈവിക വെളിപാടുകൾ കിട്ടിയിട്ടുണ്ട്. മരിയ വാൾത്തോർത്ത, മാർഗരറ്റ് മേരി അലക്കോക്ക്, വിശുദ്ധ മർഗരീത്ത മറിയത്തിന് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ വെളിപാട് കിട്ടിയിട്ടുണ്ട്. ഫൗസ്തീനാമയ്ക്ക് കരുണാമയനായ ഈശോയുടെ വെളിപാട് കിട്ടിയത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ആ വെളിപാടുകളൊക്കെയും ശരിയാണ്. പക്ഷെ അത് സ്വകാര്യ വെളിപാട്. മാതാവ് ലൂർദിൽ പ്രത്യക്ഷപ്പെട്ടു, അതൊരു സ്വകാര്യ വെളിപാട്. സ്വകാര്യ വെളിപാടും പൊതു വെളിപാടും തമ്മിലുള്ള വ്യത്യാസമാണ് അലിഷോൺ ചോദിച്ചത് അല്ലേ? അലിഷോണിൻ്റെ ചോദ്യം അതാണ്. സ്വകാര്യ വെളിപാട് എല്ലാ ക്രൈസ്തവരും വിശ്വസിക്കാൻ കടപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ. ദൈവം പരിശുദ്ധ ത്രിത്വമാണെന്നും ത്രിത്വത്തിലെ രണ്ടാം ആളായ പുത്രൻ തമ്പുരാനാണ് ഈശോ എന്നും ആ ഈശോ കുരിശിൽ മരിച്ചു, മൂന്നാം നാൾ ഉയർത്തു. ഇതെനിക്ക് മനസ്സുണ്ടേ വിശ്വസിച്ചാൽ പോരാ, ഞാൻ ക്രിസ്ത്യാനിയാണ് എങ്കിൽ നിശ്ചയമായും നിർബന്ധമായും ഈ പൊതു വെളിപാടിനെ വിശ്വസിക്കണം, സ്വീകരിക്കണം. അതേസമയം മാതാവ് ലൂർദിൽ പ്രത്യക്ഷപ്പെട്ടില്ല എന്ന് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങളുടെ വിശ്വാസത്തിന് ഒരു കുഴപ്പമില്ല. മാതാവ് അവിടെ പ്രത്യക്ഷപ്പെട്ട് കാണും, ഇല്ലായിരിക്കും, എനിക്കതിനെക്കുറിച്ച് വലിയ അറിവൊന്നും എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അതിൽ നിന്ന് അകലം സൂക്ഷിച്ചാലും അത് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ സമഗ്രതയെ ബാധിക്കുന്നില്ല. ഇപ്പോൾ ഫൗസ്തീനാമ്മയ്ക്ക് കരുണാമയനായ ഈശോയെക്കുറിച്ച് കിട്ടിയ വെളിപാടുകൾ ആ അമ്മയുടെ ഡയറി കുറിപ്പുകളിലൂടെ നമ്മൾ വായിക്കുന്നു. അത് നിങ്ങൾക്ക് ഞാനത് വിശ്വസിക്കുന്നില്ല എന്ന് നിങ്ങൾ പറഞ്ഞാലും നിങ്ങളുടെ ക്രിസ്തീയ വിശ്വാസത്തിന് ഒരു കോട്ടവും തട്ടുകയില്ല. കാരണം എന്താണ്? സ്വകാര്യ വെളിപാടുകൾ നമ്മുടെ പൊതു വെളിപാടിൽ ഒന്നും പുതുതായി കൂട്ടിച്ചേർക്കുന്നില്ല. അതാണ് അതിൻ്റെ സത്യം. ഒന്നും പുതുതായി കൂട്ടിച്ചേർക്കുന്നില്ല. അതേസമയം ഈ സ്വകാര്യ വെളിപാടുകൾ പൊതു വെളിപാടിലെ ഏതെങ്കിലും ഒരു സത്യത്തെ കൂടുതൽ ആഴത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ, തലശ്ശേരി അതിരൂപതയിലെ ഒരു പള്ളിയിലെ ഒരച്ഛൻ വിശുദ്ധ കുർബാന അർപ്പിച്ചപ്പോൾ ആ വിശുദ്ധ കുർബാന ഈശോയുടെ തിരുമുഖം പതിഞ്ഞു. നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ? നമ്മുടെ വിളക്കന്നൂർ പള്ളിയിൽ അങ്ങനെ ഒരു സംഭവം നടന്നു. അത് സത്യമാണോ അല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് വിശദമായ പഠനങ്ങൾ നടന്നു. ഇപ്പോൾ ആ തിരുവോസ്തി റോമിൽ വിശ്വാസ തിരുസംഘത്തിൻ്റെ പഠനത്തിന് വിധേയമായി കൊണ്ടിരിക്കുക. എന്താണോ അതേക്കുറിച്ച് സഭ പറയുന്നത് അതേപടി നമ്മൾ സ്വീകരിക്കും. അതാണ് പ്രാഥമിക നിഗമനങ്ങളിൽ. അതിനകത്ത് വസ്തുതാപരമായി
സത്യമുണ്ട് എന്ന് കണ്ടതുകൊണ്ടാണ് കൂടുതൽ ഉപരിപഠനത്തിന് വേണ്ടി അത് പരിശുദ്ധ സിംഹാസനം വിശുദ്ധ കുർബാന റോമിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. അതായത് അവിടെ സംഭവിക്കുന്നത് എന്താ, അത് ആ ഈശോയുടെ തിരുമുഖം പതിഞ്ഞത് കൊണ്ടാണോ അത് ഈശോ തിരുവോസ്തിയായി ഈശോയുടെ തിരുശരീരമാകുന്നത്? അല്ല, അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ്. കൂദാശ വചനങ്ങളിലൂടെ പരിശുദ്ധ കുർബാനയിൽ ഈ കാഴ്ചവെക്കുന്ന അപ്പം ഈശോ മിശിഹായുടെ തിരുശരീരമായി മാറുന്നു. നമ്മുടെ വിശ്വാസം അത് പൊതുവെളിപാടിൻ്റെ ഭാഗമാണ്. ആ പൊതുവെളിപാടിലെ ആ ഒരു സത്യത്തെ നമുക്ക് കൂടുതൽ ബോധ്യമാക്കി തരുന്നതാണ് ഈ ഒരു പ്രൈവറ്റ് റെവലേഷൻ എന്ന് പറയുന്നത്, ഇല്ലേ? മാതാവ് ലൂർദിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? മാതാവ് എല്ലാ മനുഷ്യരുടെയും അമ്മയാണ് എന്ന്. വേദനിക്കുകയും സങ്കടപ്പെടുകയും ചെയ്യുന്ന എല്ലാ മനുഷ്യർക്കും മധ്യസ്ഥയായി, അഭയമായി, ശരണമായി സ്വർഗീയ രാജ്ഞിയായ പരിശുദ്ധ മറിയം നമ്മുടെ ചാരയുണ്ട് എന്നുള്ളത് പൊതുവെളിപാടിലൂടെ നമുക്ക് കിട്ടിയ വിശ്വാസമാണ്. ആ വിശ്വാസത്തെ അടിയുറച്ച് ബോധ്യമാക്കി നമുക്ക് തരുന്നു എന്നുള്ളതേ ഉള്ളൂ ലൂർദിലോ ഫാത്തിമായിലോ വേളാങ്കണ്ണിയിലോ മെജിഗോറിയിലോ ഗാഡലൂപ്പയിലോ ഒക്കെ മാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ വിശുദ്ധ ഗ്രന്ഥത്തിലെ ആ പൊതുവെളിപാടിനെ നമുക്ക് കൂടുതൽ വിശദമാക്കി തരുന്നു. പൊതുവെളിപാട് എന്ന് നമ്മൾ പറയുന്നത് ദൈവം വെളിപ്പെടുത്തിയതും ഈശോ മിശിഹായിലൂടെ പൂർത്തീകരിക്കപ്പെട്ടതും വിശുദ്ധ ഗ്രന്ഥത്തിൽ ലിഖിത രൂപത്തിൽ രേഖപ്പെടുത്തപ്പെട്ടതും സഭയുടെ വിശ്വാസത്തിൻ്റെ ആധാരമായി തീർന്ന പാരമ്പര്യങ്ങളിലൂടെ വെളിപ്പെടുന്നതുമായ കാര്യങ്ങളെയാണ് പൊതുവെളിപാട് എന്ന് പറയും. മറ്റുള്ളതെല്ലാം സ്വകാര്യ വെളിപാട്. പൊതുവെളിപാട്, സ്വകാര്യ വെളിപാട്, അതൊരു പുതിയ അറിവായിരുന്നു. ഒരുപാട് നന്ദി. ഏതെങ്കിലും സ്വകാര്യ വെളിപാടുകൾ കേട്ടിട്ടുണ്ടോ? ഞങ്ങളുടെ വെള്ളരിക്കുണ്ട് ഫൊറോനയിൽ തന്നെ വളാൽ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു മാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞൊരു കാര്യം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, യെസ്, എനിക്കറിയാം. അവിടെ ഒരു സഹോദരിക്ക് പരിശുദ്ധ ദൈവമാതാവ് പ്രത്യക്ഷപ്പെട്ടു. ആ വീട്ടിലെ രൂപത്തിൽ നിന്ന് എണ്ണയും തേനും മറ്റ് സുഗന്ധവുമൊക്കെ പൊഴിഞ്ഞതായിട്ടുള്ള വാർത്തകളും ഞാനും അവിടെ വരികയും കാണുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത് വരുന്നില്ല എങ്കിൽ അതുവരെയുള്ളത് തെറ്റാണെന്നൊന്നും അല്ല എൻ്റെ അർത്ഥം. സ്വകാര്യ വെളിപാടുകൾ ആ ഒരു നിശ്ചിത കാലത്തേക്ക് ദൈവം ഏതോ ഒരു സന്ദേശത്തിന് വേണ്ടി നൽകുന്നു. ദൈവം ആ സന്ദേശം നൽകി കഴിയുമ്പോൾ ആ സ്വകാര്യ വെളിപാടുകൾ അവസാനിച്ചെന്നിരിക്കും. അതുകൊണ്ട് ഒരു കാര്യം അന്ന് അങ്ങനെ സംഭവിച്ചു, പിന്നെ അത് നിന്ന് പോയല്ലോ, അതുകൊണ്ട് അത് തട്ടിപ്പായിരുന്നല്ലോ എന്നൊന്നുള്ള നിഗമനങ്ങളിൽ നമ്മൾ എത്തേണ്ട കാര്യമില്ല. മാതാവ് ലൂർദിൽ പ്രത്യക്ഷപ്പെട്ടു. ലൂർദിൽ ഇപ്പോഴും മാതാവ് പ്രത്യക്ഷപ്പെടുന്നില്ലല്ലോ. മാതാവ് ഒരു നിശ്ചിത കാലത്തേക്ക് ലൂർദിൽ പ്രത്യക്ഷപ്പെട്ടു. അതിനുശേഷം മാതാവ് ലൂർദിൽ അങ്ങനെ ആർക്കും ദൃശ്യമായ രീതിയിൽ പ്രത്യക്ഷപ്പെട്ടില്ല എന്നുള്ളത് കൊണ്ട് അന്ന് മാതാവ് ലൂർദിൽ പ്രത്യക്ഷപ്പെട്ടത് വ്യാജമാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. എന്നതുപോലെയാണ് സ്വകാര്യ വെളിപാടുകൾ നിശ്ചിത കാലത്തേക്കും നിശ്ചിത ലക്ഷ്യത്തിനും വേണ്ടി ഉള്ളവയാണ്. അതിനെ ആ അർത്ഥത്തിൽ മനസ്സിലാക്കിയാണ്. താങ്ക് യു പിതാവ്. നമ്മുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാക്കുവാൻ സമയമായിരിക്കുന്നു. മനോഹരമായ ഒത്തിരി ചോദ്യങ്ങൾ, അതിന് ഈടുറ്റ നല്ല ബോധ്യങ്ങൾ നൽകുന്ന നല്ല ഉത്തരങ്ങൾ നമുക്ക് ഈ സെക്ഷനിൽ ഈ വേളയിൽ നല്ല ചോദ്യങ്ങളും ഉത്തരങ്ങളും ലഭിച്ചു. അഭിമന്യ പിതാവിന് നല്ല ഉത്തരങ്ങളിലൂടെ ഞങ്ങളെ പ്രചോദിപ്പിച്ചതിന് ഞങ്ങൾ സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. ഒപ്പം നല്ല യുവജനങ്ങൾക്ക് തയ്യാറുന്ന പക്വതയാർന്ന ചോദ്യങ്ങളിലൂടെ ഈ പഠന പരമ്പരയെ മനോഹരമാക്കുന്ന നിങ്ങൾക്കും സ്നേഹത്തോടെ നന്ദി. യുക്യാറ്റിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.